ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനങ്ങൾ 33-18 തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ കർത്താവിന് നമ്മളോട് പറയാനുള്ളത്, കർത്താവ് വേറെ എങ്ങോട്ടും നോക്കുന്നില്ല, കർത്താവ് നിങ്ങളെ നോക്കുന്നു, കർത്താവ് നിന്നെ ശ്രദ്ധിക്കുന്നു, കർത്താവിൻ്റെ നോട്ടം നിൻ്റെ മേലാണ്. എന്നെ കാര്യം എന്നറിയാവോ? കർത്താവ് പറയുക, തൻ്റെ ദൃഷ്ടി ഭക്തന്മാരുടെ മേലിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ കർത്താവിൻ്റെ ഭക്തന്മാരല്ല, പകരം കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ. കർത്താവ് പറയുക, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം മക്കളാകാൻ അധികാരം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ഭക്തന്മാരെ നോക്കുന്ന കർത്താവ് മക്കളെ എത്ര അധികം ശ്രദ്ധിക്കുന്നു. നമ്മളെ കർത്താവ് എത്ര അധികം ശ്രദ്ധിക്കുന്നു. നമ്മളെ കർത്താവ് ശ്രദ്ധിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കാനാണ്, നമ്മളെ വഴി നടത്താനാണ്, നമ്മളെ സംരക്ഷിക്കാനാണ്. കർത്താവിൻ്റെ കരുതലും കാവലും നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, അപ്പോൾ കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. തുടർന്ന് വായിക്കുന്നു, തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലിരിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് തൻ്റെ ദയയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആരാണോ ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നത്, അവർക്കെല്ലാവർക്കും വേണ്ടി കർത്താവ് അവരെല്ലാം നോക്കുന്നുണ്ട്, അവരെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് നടക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അവിടെ ചിലപ്പോൾ പല കാര്യവും നമുക്ക് തന്നെ പറ്റത്തില്ല, പല കാര്യവും നമ്മളെക്കൊണ്ട് അസാധ്യമാണ്. ആ അസാധ്യമായ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കർത്താവ് നോക്കുക. കർത്താവ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ ഓരോരുത്തരും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അസാധ്യമായത് ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കടബാധ്യതയിലോ നിങ്ങളുടെ രോഗത്തിലോ ഏത് വിഷയത്തിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കഴിയാത്ത ആ കാര്യത്തെ സഹായിക്കാൻ ആ കർത്താവിൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്ന, കർത്താവെ എന്നോട് കർത്താവിൻ്റെ ദയ ഉണ്ടാകണമേ, കർത്താവ് എന്നോട് കരുണ തോന്നണമേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആരെയും രക്ഷിക്കാൻ യേശു കർത്താവ് റെഡിയാണ്. അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികളെ അല്ല കർത്താവ്, ക്രിസ്ത്യാനികളെ മാത്രം രക്ഷിക്കുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. തൻ്റെ കരുണ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും കർത്താവിൻ്റെ കരുണ അനുഭവിക്കാം. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ എല്ലാം ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയട്ടെ, ഇന്ന് രാവിലെ നമുക്ക് ആ കർത്താവിൻ്റെ, കർത്താവെ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു സഹായം വേണം, കർത്താവിൻ്റെ ഒരു കരുതൽ വേണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് ആ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു മിനിറ്റ് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഇന്ന് എനിക്ക് കർത്താവിൻ്റെ സഹായം വേണം എന്ന് നമുക്ക് കർത്താവിനോടൊന്ന് പറയാം. കർത്താവ് നമ്മളെ അത്ഭുതകരമായി കർത്താവ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. കർത്താവ്, ഞങ്ങൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് ഞങ്ങളുടെ മേലുള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി കർത്താവ് നടത്തുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ആ കർത്താവിൻ്റെ കരുണ അനുഭവിച്ച് ജീവിക്കാൻ, അത്ഭുതകരമായി നടക്കാൻ പിതാവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൽ പ്രത്യാശ വയ്ക്കാം, കർത്താവിൻ്റെ കരുതൽ നമുക്ക് അനുഭവിക്കാം.